Ladies and gentlemen, Malayalis, welcome back to another video. We are reacting to Kerala Crime Files. And the belated Ramzan wishes to everybody. At the point of recording, it is one day after Ramzan, I guess. So I hope you had a off day on Ramzan, I guess. And I think friends of someone are recommended ചെയ്തത് ഈ ഒരു സംഭവം ഓൾറെഡി എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 83% ഓഫ് യൂസേഴ്സ് ലൈക്ക് ദിസ് ഫിലിം, 7.3 ഓൺ IMDb. ബാഹുൽ രമേഷിൻ്റെ അനിമൽ ട്രിയോളജിയിലെ ബാക്കി 2 ഹിറ്റ് മൂവീസ് കിഷ്കിൻഡ കാണ്ഡവും എക്കോയും നമ്മളിവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് വി ഹാവ് പെൻഡിങ് ഇസ് കേരള ക്രൈം ഫയൽസ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കേരള ക്രൈം ഫയൽസിൻ്റെ സ്റ്റോറി റൈറ്ററിനെയും ഡയറക്ടറെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ബാഹുൽ രമേഷിൻ്റെ പേര് ഇതിൽ കണ്ടില്ല. ബട്ട് ഞാനൊരു വെബ്സൈറ്റ് തപ്പിയപ്പോൾ ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് എന്തായിരുന്നു 3 പ്രോജക്ട്സ് കിഷ്കിൻഡ കാണ്ഡം, എക്കോ ആൻഡ് കേരള ക്രൈം ഫയൽസ് പാർട്ട് 2. അതിലാണ് ഡയറക്ടർ ദിൻജിത്ത് അയത്താൻ ആൻഡ് റൈറ്റർ ബാഹുൽ രമേഷ് ഒരുമിക്കുന്നത്. സോ ഐ തിങ്ക് ഐ ഹാവ് ടു വെയിറ്റ് ടിൽ പാർട്ട് 2 ടു ആക്ച്വലി ഗെറ്റ് ദി ബാഹുൽ രമേഷ് ഇൻപുട്ട്. ഈവൻ ഇഫ് ദാറ്റ് വാസ് നോട്ട് ദ കേസ്, നല്ല റേറ്റിംഗും റിവ്യൂസും ഉള്ളൊരു മൂവിയാണ്, ഒരു സീരീസാണ് കേരള ക്രൈം ഫയൽസ്. സോ ഐ ആം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഈവൻ എന്താ പറയുക, അജു വർഗീസിന് ഒരു ഡിഫറെൻറ്റ് റോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. സോ വിത്തൗട്ട് എ ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഐ തിങ്ക് നമുക്ക് ഒരു എപ്പിസോഡിൽ 2 സീസൺ ഉണ്ട് വിത്ത് 6 എപ്പിസോഡ്സ് ഈച്ച്. അതിൽ നമുക്ക് 3 എപ്പിസോഡ്സ് ഒരു സെഗ്മെൻറ്റ് ചെയ്യാം, ഒരു വീഡിയോയിൽ ചെയ്യാം. സോ വിത്തൗട്ട് എ ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. സിനിമാറ്റോഗ്രാഫ്. ഞാൻ മാത്തുക്കുട്ടിയാണ്. കൊച്ചിയിൽ കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇരുട്ടിൽ നിന്നും ഇന്ന് ഫെബ്രുവരി 6-ാം തീയതി ഈ മാസം. പക്ഷേ ഈ 2011 ഫെബ്രുവരി നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഈ ഒരു കാര്യത്തിലായിരിക്കും. ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഓഫീസിൽ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നാക്കിലൊതുങ്ങാത്ത ഈ വാക്കിനെ സെമിത്തേരി മുക്കിലെ ലോഡ്ജിൽ നിന്ന് ശരത്ത് വിളിച്ചെന്നാ പറഞ്ഞാ. ഒരു കോഴിയെ വെട്ടിക്കോ, 2 താഴെ. അത് നീ അറിയണ്ട, ആണോ? അത് കറക്കി വെട്ടിക്കോ. പിന്നെ അത് വിനോദനോടെ അതിന് വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഉണ്ടാവൂല. അല്ല, മഴയുടെ സൗണ്ട് ഓ വേണ്ട പോട്ടെ. എന്നാൽ ഇയർഫോൺ ഇത് തന്നെയാണ് ഞാൻ ബാക്കി സീരീസിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. അതൊന്നും പോയ ഈ സൗണ്ട് എഫക്ട്സ് സിനിമാറ്റോഗ്രാഫി ഞാൻ ഈ വെബ് സീരീസ് മാത്രം നോട്ടീസ് ചെയ്തതല്ല. ജിയോ ഹോട്ട്സ്റ്റാർ ഇതിന് മുന്നേ ഇറങ്ങിയ നമ്മുടെ എന്താ പറയുക 1000 Babies എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ടായിരുന്നല്ലേ, അതിൽ ഇതേപോലത്തെ സൗണ്ട് എഫക്ട്സ് cinematography okay. They have so much budget for this. റൂമിലെ ടാപ്പിൽ ലീക്ക് വല്ലതും ഉണ്ടോ? വെള്ളം നിൽക്കുന്നില്ല. ഞാൻ പോയി നോക്കട്ടെ. ഇതിന് ബ്ലോക്കായി കിടക്കുകയാണോ ചേട്ടാ? ബാത്റൂമിലെ ടാപ്പ് വല്ലതും തുറന്ന് കിടപ്പുണ്ടോ? Shit got real. എല്ലാം തുറന്നു വിട്ട് മൂവ്. Nice. What did you see? North Police Station. സ്വന്തം പുത്രിയുടെ പോലും സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ഊത്ത രാജാവാണ് ഞാനെന്ന് കരുതുന്നവർ ഈ സൗമ്യവും മാതൃവുമായ പൗർണമിക്ക് ഇനി 6 ദിവസം. ഈ 6 ദിവസത്തിനുള്ളിൽ രാജപുത്രിയുടെ പൊൻകൊലസ് കെട്ട വിദ്വാന്റെ മുട്ട് ഈ സദസ്സിൽ ഇഴയണം. ഇല്ലെങ്കിൽ ഇല്ല രാജൻ, അവനൊടുക്കം
ഈ ആയുധമണിയിലാണ്. അത് തന്നെ. എന്റെ മനോജ് താൻ അറ്റ്ലീസ്റ്റ് ആ ജീപ്പിൽ കയറി 2 ഹോൺ അടിച്ചിട്ട് എനിക്കൊരു പ്രതീക്ഷ എങ്ങനെന്താ? It's nice to see Lal and Ajay together. ഞാൻ സീരിയസ് ആയിട്ട് ഇത് തനിക്ക് തമാശയായിട്ടാണോ തോന്നി? അങ്ങനെയല്ല, നിങ്ങൾ പോലീസുകാരെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ പോലീസുകാരിപ്പോൾ ചെയ്യുന്നൊക്കെ മറ്റുള്ളവർക്ക് കോമഡി അല്ലേ സുല്ലേ? അങ്ങനൊന്നുമല്ല. താൻ ഒറ്റയ്ക്ക് എടുക്കോ? കേരള പോലീസ് അതല്ല. ഇല്ല കഴിഞ്ഞിട്ടില്ല. ആ എടാ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇത് നിന്റെ ഡ്യൂട്ടി ടൈം അല്ലേ? ഡ്യൂട്ടിയാ? എന്താ നീ പറയുന്നത്? ഈ അല്ല ആദ്യം ബോഡി കണ്ടത്. എനിക്കുണ്ട് പേടി. കുഴപ്പമുണ്ടല്ലോ. കഥ ഭാഗത്തേക്ക് കൂട്ടിയിരിക്കുകയായിരുന്നില്ലേ? കണ്ണൂരിന്റെ അപ്പൊ എങ്ങനെ കൊലയാളി? ഓ, അപ്പൊ സൂയിസൈഡ് ഒന്നല്ല പണി. എന്താടാ സഫോക്കേഷൻ വെച്ചല്ലേ കൊന്നിരിക്കുന്നത്. സൂയിസൈഡ് ചെയ്യാൻ പറ്റും. എന്റെ പെങ്ങള് വെളിയിൽ You വന്നിട്ടുണ്ട്. cannot suffocate yourself. CSR ഒക്കെ ഉണ്ട് അവിടെ അടങ്ങിയിരിക്കേ. അല്ല സാർ ഞാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ ഇരി, ഞാൻ പറഞ്ഞില്ലേ. സാറ് പറഞ്ഞ മാർക്ക് ഇതാണല്ലേ? അത് അവരുടെ ആ സാരി കൊണ്ട് തന്നെ മുറിക്കായിരിക്കും. അല്ലാതെ ബോഡിയിൽ അടിച്ചതിന്റെ തൊഴിച്ചതിന്റെ മാർക്കൊന്നും കാണുന്നില്ല. മുഖത്തിന് ക്ലോസപ്പ് എടുത്തേക്കണം. BG ഒരു രക്ഷയില്ല കേട്ടോ. ഈ കേൾപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സ്ട്രഗിൾ നടന്നതിന്റെ ലക്ഷണമുണ്ട്. ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും മർഡർ നടന്നിട്ടുള്ളത്. പിന്നെ ബോധം ഉണ്ടാന്ന് നോക്കാനായിരിക്കും ഈ ഷവറിന്റെ താഴെ കൊണ്ടുവന്നിട്ടത്. ഇവിടെ കുറച്ച് ഫുഡ് ഇല്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ പക്ഷെ എങ്ങനെ അയാൾ പുറത്തെത്തി? കഥ ഉള്ളിൽ നടച്ചേക്കായിരുന്നില്ല. ശരി സാറേ. ജാതകം വല്ലതും ഉണ്ടോ? സാറേ ഇതിൽ കുറച്ച് പാൻ മസാല കവറും ഒരു കോണ്ടം പാക്കറ്റും കുറച്ച് കാശുണ്ട്. ലവർ, മനോജ് വാ. ബോയ്ഫ്രണ്ട്, പ്രതിഭ ആണെങ്കിൽ മോളിൽ നിന്നുള്ള പ്രശ്നം കുറവായിരിക്കും. ആ റിസപ്ഷനിലെ പയ്യൻ ശരത്ത്. എങ്ങനെ? ശരത്തെന്നാ. ശരത്തെ സാർ. താൻ അവിടെ ഇരിക്കും. വേണ്ട സാർ. ഇരിക്കടോ. താൻ ടെൻഷൻ അടിക്കണ്ട. കൃത്യമായിട്ട് സാറിനോട് പറ. ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇതൊക്കെ കാണുന്നത്. അത് ഞങ്ങള് പോലീസുകാരും പലപ്പോഴും കേട്ടത് കാണുന്നത്. താൻ പറയും. താൻ എന്തെങ്കിലും Lal is ശബ്ദം making കേട്ടിട്ടാണോ me മുകളിലോട്ട് so പോയത്? happy. അത് വെള്ളം തീർന്നപ്പോൾ പോയി നോക്കിയാ സാറേ. എന്താ? ഡ്യൂട്ടി നൈറ്റ് ദൈവനാണ് നിൽക്കാറ്. ഞാൻ വരുമ്പോൾ തന്നെ രാവിലെ മോട്ടർ അടിക്കും സാറേ. അങ്ങോട്ട് മോട്ടർ അടിച്ചു. പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാറേ നല്ല മഴയുണ്ടായിരുന്നു സാറേ. അപ്പോൾ കാലിലൊക്കെ കുറച്ച് ചെളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കാലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറി ടാപ്പ് ഓൺ ചെയ്തപ്പോഴത്തേക്കും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ലീൻ ചെന്ന് ഡോറിലൊക്കെ ഒന്ന് മുട്ടി നോക്കി, പക്ഷേ ആളനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സാറേ ഞാൻ ജനലിൻ്റെ പോയി നോക്കുന്നത്. ഈ സ്ത്രീയുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നല്ലേ താൻ പറഞ്ഞത്? അതെ സാറേ. അയാള് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സാറേ, ആദ്യമായിട്ടാണ്. അവരെത്ര മണിക്ക് അവിടെ റൂം എടുത്തേ? സാറേ മുമ്പായിട്ട് അയാൾ 1-2 വട്ടം താഴോട്ട് പോവുകയും പിന്നെ കവറിൽ എന്തോ മേടിച്ചുകൊണ്ട് മണ്ടയ്ക്കോട്ട് പോവുകയും ചെയ്യുന്നത് കണ്ടാണ് സാറേ. പിന്നെ 5 മണിയായപ്പോഴത്തേക്ക് അയാൾ ധൃതിയിൽ കവറും എടുത്ത് പോകുന്നതാണ് കണ്ടത്. ഇയാള് 35 വയസ്സ് പ്രായം തോന്നിക്ക് സാറേ. അല്ലടാ? അല്ലോ, ഞാൻ കണ്ടിട്ടില്ല സാറേ. സാറേ കാണാൻ ഏകദേശം ഈ ഒരു സാറിനെ പോലിരിക്കും. അതൊക്കെ പേരിൽ മാത്രമേ ഉള്ളൂ. സർ അഡ്രസ് ഉണ്ട്. ഷിജു, പാറയിൽ വീട്, നീണ്ടകര. നീണ്ടകര ഫേക്ക് ആയിരിക്കല്ലേ? മനോജ്, സർ ആ നീണ്ടകര എസ് വിളിച്ചിട്ട് അവന്റെ ഈ ഡീറ്റെയിൽസ് കൊടുക്കുക. എറണാകുളത്ത് അവന്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്ന് അന്വേഷിക്കും. ശരി സർ. ആ, ഈ ഫോറൻസിക്കാരിന് കാലത്തന്നെ വരുള്ളൂ. സാർ ഇത്രയും വൈകിയതുകൊണ്ട് ഇനിയിപ്പോൾ അവർ നാളെ വന്നിട്ടില്ലേ കാര്യമുള്ളൂ? വേണ്ടേ? ഞാൻ ഈ ഏരിയയിലേക്ക് ഒന്ന് അന്വേഷിക്കാം സർ. സെക്സ് വർക്കർ ആയതുകൊണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടായിരിക്കില്ല. ആ നീണ്ടകരയിൽ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പാസ് ചെയ്തേക്ക്. പിന്നെ രാവിലെ തന്നെ ബോഡി ഇൻക്വസ്റ്റ് പരിപാടികളൊക്കെ തീർത്തിട്ട് ഇവിടെ നിൽക്കട്ടെ. അവനെ ഈ എന്താണ് ഷിജു, അവനെ കിട്ടുകയാണെങ്കിൽ കൺഫേം ചെയ്യാൻ ആള് വേണമല്ലോ. അവനെ ഇനി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലോ കാണുന്നത്. എന്ത് ചെയ്യാനേട്ടാ, പോലീസായി പോയില്ലേ? 2 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരിക. നമുക്ക് തുടർ ഭരണം ഉറപ്പാ. പിന്നെ ഇയാൾ പഴയ ആളൊന്നുമല്ല, ജോലിക്കാരനാ. ഒരു നല്ല തുക സംഭാവന ചെയ്തേ പറ്റൂ. ഓ, അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. ആളില്ല. ഇല്ല ഇല്ല. ഒരു ഷിജു ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പക്ഷെ അത് പാറയിൽ വീടല്ല. ഉറപ്പാണോ? ആ ഉറപ്പാ. വോട്ട് ചേർക്കാനുള്ളതാ. സുനിൽ സാറേ, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്കല്ലേ എന്നെ എടുക്കൂ? ഇപ്പം എത്ര നാളായി? അതോ ഇതും പുതിയ ആളാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുവോ? എൻ്റെ പൊന്നു വിനുവേ,
എനിക്ക് പകരക്കാരനായിട്ടാണെങ്കിൽ തന്നെ എടുക്കാൻ ഞാൻ പറഞ്ഞോളാം. എന്താ പോരെ? ഓ കല്യാണം കഴിക്കാത്തതുകൊണ്ട് തോന്നുക. സാറല്ലേ ഒരു സുഖിമാനാണ് സാർ. നമ്മൾ പോലീസുകാരെന്ന് പറഞ്ഞാൽ ജില്ല് നിൽക്കണം സാറേ. നമ്മുടെ മോട്ടോ തന്നെ എന്താണ്? മൃദുഭാവേതരുടെ കൃത്യമെന്നാണ്. ഓ ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ നീണ്ടവരുടെ അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, നമുക്ക് തന്നെ പോയിരുന്നു. അങ്ങനെ അടുത്ത് അവനെ കൈയോടെ പിടിക്കായിരുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ CSR കൊള്ളാം, പുള്ളി മുറ്റാണ്. കേസ് അന്വേഷിക്കണം, ആളെ പിടിക്കണം, പുള്ളിയെ മൈൻഡാണ്. നീ ഇതെന്താ അറിഞ്ഞിട്ടാ? ആ കുര്യൻ സാറേ ഭയങ്കര മെയിനാവില്ല. മൂപ്പര് ആദ്യം വന്നിട്ട് എന്താ ചോദിക്കുന്നത്? ബോഡി എവിടെ നിന്നല്ല, പത്രക്കാർ വന്നു, ചാനലുകാർ വന്നെന്നൊക്കെ. കേസ് എടുക്കണതിനെ പത്രത്തിൽ ഫോട്ടോ വരാൻ. കേസിനെ കുറിച്ചൊന്ന് തിങ്ക് ചെയ്യട്ടെ. നിങ്ങൾ കണ്ട് പരിചയമുണ്ടോ? ഇല്ല സാറേ, അറിയില്ല. അറിയില്ല സാറേ. ഇത് സ്വപ്നയാണല്ലോ. ആരാ? അല്ല, ഫോട്ടോ കണ്ടിട്ട് സ്വപ്ന പോലെ തോന്നുന്നു സാറേ. സാറേ ഇവര് കല്ലൂര് ഭാഗത്തുള്ളൊരു സെറ്റപ്പാ. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഒരു രാവിലെ 8:30 മണിക്ക് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 മണി വരെ കാണും. പിന്നെ രാത്രി 7 മണിക്ക് വരും. പിന്നെ പാതിരാത്രി വരെ അവിടെ. സാറേ നിങ്ങളുടെ വണ്ടി വേണ്ട, ഞാൻ എൻ്റെ വണ്ടി വരാം. സ്നേഹിതൻ. സാറേ പോലീസ് വണ്ടി കയറിയതാന്ന് അറിഞ്ഞ പിന്നെ പെണ്ണൊന്നും കിട്ടത്തില്ല. ഓ ആൾക്ക് നാട്ടുകാർ ചുമ്മാ പറയുന്ന. ഞാൻ ഈ വണ്ടിയിൽ എത്ര കയറിയതാ, എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടില്ല. അതൊക്കെ റെഡിയാവും. താനേ വിടയില്ല. ഇല്ലല്ലേ? ഇല്ല. എന്നാ ശരി. കാര്യം അറിയാൻ പറ്റും. നീ ചെന്ന് അവരോടെങ്കിലും വരാൻ പറ. സാർ അതൊക്കെ മോശമല്ലേ? എന്നെ പരിചയമുള്ളവരൊക്കെ കാണും. അതൊന്നും കുഴപ്പമില്ലടേ. നിനക്ക് പേര് ഓട്ടം കിട്ടിയെന്ന് വിചാരിച്ചോളവര്. നീ വേഗം പോയി വിളിച്ചോണ്ടാ. സാറേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്നോ? നീ ഇന്ന് ഫിസിക്സ് അല്ലല്ലേ പഠിച്ചേ? അതെങ്ങനെ മനസ്സിലായി? അങ്ങനെ എനിക്ക് വയ്യ. വരാൻ ലേറ്റ് ആവോ? കുറച്ച്. ഞാൻ വരുമ്പോൾ വിളിക്കാം, നീ കിടന്നോ. ശരി. ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോഴല്ലേ അടുത്ത ആഴ്ച PM വരുന്നേ, വല്ലാർപാടത്ത് ഇനാഗ്രേഷൻ. അത് കഴിഞ്ഞെടുത്തോളം കുര്യൻ സാറ് പറഞ്ഞു ഈ കേസ് ഒരു വള്ളിയാ വരുന്നാ മതി. ഞാനൊരു മടി, പോലീസ് ആയതുകൊണ്ട് പേടിയാന്നാ പറഞ്ഞത്. ഞാൻ പോയി വിളിക്കാം സാറേ. അവരെന്താ പറഞ്ഞേ? സാറേ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചേ. ഈ സ്വപ്ന എന്ന് പറഞ്ഞ പുള്ളിക്കാരി അവർക്ക് അറിയാം, 2 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ടീം അല്ലാത്തത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ അറിയത്തില്ലെന്നാ പറയുന്നത്. ഈ സ്വപ്ന പിന്നെ ആരുടെ ടീമാ? ലതിക എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ടീമാ സാറേ. ചേച്ചിയോ? സ്നേഹിതൻ. ഈ ലതികേച്ചിയുടെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഞാൻ പോവാറുണ്ട്. കാര്യങ്ങളൊക്കെ കിട്ടുവാ. എന്നെ കുറിച്ചുള്ള മതിപ്പൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ. ഞാനിങ്ങനെ മാനിയായിട്ട് ഓട്ടോ ഒക്കെ ഓടിച്ച് പോയി വണ്ടി കയറാ. നീണ്ടകര സേ വിളിച്ചായിരുന്നു. ഷിജുവിന്റെ അഡ്രസ് ഫേക്കാന്നാ പറയുന്നത്. ബോഡി ഐഡന്റിഫൈ ചെയ്തായിരുന്നോ? ചെയ്തു സാർ. സ്വപ്ന എന്നാ മരിച്ച സ്ത്രീയുടെ പേര്. കല്ലൂര് ഭാഗത്ത് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആള്. അറിയാവുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യും, നാളെ ബോഡി വന്ന് ഏറ്റെടുക്കാൻ പറ അവരോട്. മോളെ ലതികയുടെ വീടല്ലേ? ആ അമ്മ അവിടെ ഇല്ല. എവിടെ പോയതാ? ജോലിക്ക് പോയതാ. തുറന്നേരാവോ? ആ ചാവി എടുക്കട്ടെ. ഓക്കെ. That's hard, man. That's rough. Okay. 10th പഠിപ്പിച്ചിട്ടാണോ? ഏയ് മറ്റേ എല്ലാ A+ വാങ്ങിക്കുന്ന ആളാ. ബിൻസി ചേച്ചി ഉണ്ട് കൂടെ. അവരെത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? കുറെ നാളായി. എന്നാ സ്കൂളിൽ നിന്ന് വിട്ട് വരണ സമയം കാണാറുണ്ട്. ഇന്ന് കണ്ടിട്ടില്ല. സാർ ഇവിടെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, ID കാർഡൊന്നുമില്ല. ഈ ചേച്ചി കൂടെ വരും. ഷിജുവോ? ഓനോ ചത്തത് എന്താ എന്ത് പറ്റിയടാ? ഇന്നിനി അമ്പലത്തിൽ കയറിയിട്ട് പോയാൽ മതി. ഹലോ. ആ
10 പൊറോട്ടല്ലേ 10. വൈകുന്നേരത്തേക്ക് അല്ലേ? ശരി ശരി. എന്താണ് ഇക്ക ഒരു ഫോം വരുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കണത്? ആ ഷിജു നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഒന്നുമില്ല. പ്രശ്നക്കാരനാടാ, അവനത് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. അതൊന്നും വേണ്ട. ഞാൻ ഉടനെ എത്താം. ശരി. ഇപ്പൊ പറയാതെ പോവാ. ഞാൻ ഇന്നലെ വന്നപ്പോൾ താൻ നല്ല ഓർക്കായിരുന്നു, ആ അതുകൊണ്ട് വിളിക്കാൻ ഞാൻ. പുതിയ കേസാ? ഒരു മർഡർ കേസാ, കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ സിനിമ കാണുന്ന പോലെയാണോ അന്വേഷണം? ഇനി വളരെ അപ്ഡേറ്റഡ് ആയില്ലേ ഈ കേസ് പ്രത്യേകിച്ചും? കാരണം മരിച്ചൊരു സെക്സ് വർക്കറാണ്, അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓ That is അപ്പം not കേസിൽ okay, ഇങ്ങനെ man. Sex വേർതിരിവൊക്കെ worker ഉണ്ടല്ലേ? they deserve. അങ്ങനെയൊന്നുമില്ല. Yeah, that's not fine. ഇന്ന് നേരത്തെ വരുമോ? ഉള്ള സാധനം അല്ലായിട്ടല്ലേ വന്നേ? ആ മറ്റേ മുറിയിൽ കാല് കുത്താൻ ഇടയില്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ബുക്ക് വരെ ഉണ്ട്. ആ ഞാൻ ഇന്നലെ ഒരു സാധനം കണ്ടുപിടിച്ചു. ഓട്ടോഗ്രാഫ് ബുക്ക്. ഓട്ടോഗ്രാഫ് ബുക്ക്? ഫുൾ ഗേൾസ് ആണല്ലോ അതിൽ. റോമിയോ അല്ലായിരുന്നോ? നിനക്ക് പിന്നെ പഠിക്കുന്ന സമയത്ത് അതിനുള്ള ടൈമൊന്നും കിട്ടിക്കാണല്ലേ? എനിക്ക് പിന്നെ എങ്ങനെയാ സപ്ലി കിട്ടിയെന്ന് വിചാരിച്ചേ? എങ്ങനെ? എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, അത് വീട്ടിൽ പൊക്കി ബ്രേക്കപ്പ് ആയി. അവന്റെ കല്യാണം കഴിഞ്ഞാണല്ലേ? എവിടെന്ന്? SI സാറിന് പുതിയൊരു കേസില്ലേ അന്വേഷിക്കാൻ? പോരെ? എടി ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഓ, ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ചായയും കാപ്പിയും കുടിച്ചിട്ടില്ല. എന്താ രണ്ടാമത്തെ ബോഡിയാണോ അതോ ഫസ്റ്റ് ബോഡി? ഓക്കെ, ഇത് ഫസ്റ്റ് ബോഡി. സ്വപ്ന സർ ഇരിക്കുകയൊക്കെ ചെയ്തായിരുന്നു സാറേ. അവളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ഒരു 10-35 വയസ്സ് പ്രായം തോന്നിക്കുന്ന? ഇല്ല, അവളുടെ ഒറ്റക്കായിരുന്നു. ഇതൊക്കെ ഇന്നലെ ചോദിച്ചപ്പോൾ എന്താ പറയാഞ്ഞേ? അത് സാറേ, ഇന്നലെ ഈ സാറ് വന്ന് എന്നോട് ആദ്യം ചോദിച്ചത്. പിന്നെ ഇന്നലെ രാത്രിയാ ഇവൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവനവിടെ ഉണ്ടായിരുന്നു അല്ലേ മോനെ? സാറെ കണ്ടിരുന്നു. നീ അവരെങ്ങനെ കണ്ടേ? ഞാൻ ഇന്നലെ വലിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയായിരുന്നു സാറേ, ഞാനും കയറിപ്പോയി. അപ്പൊ അവരുടെ കൂടെ ആരോ ഉണ്ടായിരുന്നേ? കൂടെ ആരും ഉണ്ടായിരുന്നില്ല സാറേ, ഞാൻ 2 തവണ കണ്ടപ്പോഴും അവർ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. നിനക്കിവിടെ എന്താ പരിപാടി? സാറേ, ഞാൻ കോട്ടയത്ത് നിന്നാണേ, മെഡിക്കൽ റെപ്പാ. മൊത്തക്കുറിച്ചിന്റെ അമ്മ വീട്ടിലെത്തിയോ? തിരുവോണ്ട് സാറേ, എന്ത് തന്നെയല്ലേ കാണുന്നത്? അത് കാരണം ഒരു പുതുമില്ലാതായി. പിന്നെ പുറത്തുനിന്ന് ആളില്ലെങ്കിൽ തന്നെ ആ ശരത്ത് മിക്ക ദിവസം ഏതെങ്കിലും പെണ്ണുകളെ കൊണ്ടൊക്കെ ഏറ്റാറുണ്ട് ഇവിടെ. ആ അവൻ തന്നെ. ഇയാള് പറഞ്ഞിട്ടേ എനിക്ക് ആ ശരത്തിന് നല്ല സംശയമുണ്ട്. ചായ, മിച്ചറ്, TV അടിപൊളി തന്നെയല്ലേ? വയറൊക്കെ വീർത്തി കിടക്കണം. പാകായില്ലേ? കുറച്ച് ദിവസം കൂടെ എടുക്കും തോന്നുന്നുണ്ട്. കൊള്ളാട്ടോ, എനിക്ക് ലൊക്കേഷൻസ് ഒക്കെ. ഉച്ചക്കത്തെ ചോറിനെന്താ? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. TV ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോ ഒരു ഗുമ്മുണ്ടാവല്ലോ. നീ ഇങ്ങനെ തടിയൊന്നും നടക്കണ്ട. ആദ്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അഡ്മിറ്റ് ചെയ്യാം. ഇനി പെയിനൊന്നും വരാൻ നിൽക്കണ്ട. എന്തിനാ? എടി, എനിക്ക് വേദന വന്ന അവിടെ ആരാളുണ്ട്? ഞാനാണെങ്കിൽ ഡ്യൂട്ടിയിലാണ്ടാകുക. ആരൊക്കെയോ പറഞ്ഞിരുന്നു കല്യാണം അവർക്ക് അസാധാരണ ആയിരുന്നില്ലേ? ഒരു കുട്ടിയൊക്കെ ആവാണ്ട് റെഡിയാവൂടി. ആ നോക്കിയിരുന്നാ മതി. ആ ശരത്തെ, ടെൻഷനൊക്കെ പോയോ? ഇപ്പൊ ഓക്കെയാണ് സാർ. ഇന്നലെ എന്തായിരുന്നു കണ്ടിട്ട് ഞങ്ങൾ തന്നെ പഠിച്ചു അല്ലേ? പേപ്പർ കൊടുത്തേ, തന്റെ അഡ്രസ് ഒന്ന് എഴുതിക്കേ. ഹാൻഡ് റൈറ്റിംഗ് കമ്പയർ ചെയ്യണം. അതല്ല, അതെന്ന് വെച്ചാൽ ഷിജുവിനെ കുറിച്ച് ഞങ്ങളുടെ കയ്യിൽ വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അവനെ കണ്ടേക്കുന്ന ആകെ താൻ മാത്രമേ ഉള്ളൂ. താൻ ഇനി അവനെ കണ്ടാൽ തിരിച്ചറിയോ? ഉറപ്പായിട്ടും സാറേ, ഉറപ്പായിട്ടും തിരിച്ചറിയും. അയാളുടെ കോങ്കണ്ണോ? കോങ്കണ്ണ പറഞ്ഞിട്ടുള്ളൂ. അതെ സാറേ, കോങ്കണ്ണുള്ള മെലിഞ്ഞൊരാളായിരുന്നു. എന്റെ പൊന്നിശരത്തെ, താൻ ഇതല്ലായിരുന്നു ഇന്നലെ പറയണ്ടേ? താനൊരു കാര്യം ചെയ്യും. അപ്പോൾ ഈ ഞാൻ ഒരു ദിവസം വന്നാൽ ഒരു വട്ടേ മോട്ടർ അടിക്കത്തുള്ളൂ. ശരത്തെ, ആ ലോഡ്ജിൽ തിരക്കില്ല, ആരും വരില്ല എന്ന് നമുക്കറിയാം. പറഞ്ഞാൽ മതി. സാറേ, ഇന്നലെ ഒരു 1 മണി 1:30 ഉണ്ടാവും സാർ ഇവർ റൂം എടുക്കാൻ വന്നപ്പോൾ. അയാളൊരു കറുത്ത ഷർട്ടും വെള്ള മുണ്ടുമായിട്ടിരുന്നേ. പെണ്ണിന്നലെ കണ്ടില്ലേ ആ സാരി തന്നെ. പുള്ളി അഡ്രസ്സ് എഴുതിയപ്പോൾ തന്നെ ഞാൻ ആ സാറേ, അപ്പോഴാണ് അയാൾ ഒരു കവറുമായിട്ട് തിരിച്ചു കയറി പോകുന്നത് കണ്ടത്. ഞാനിപ്പോൾ തിരിച്ചു വരികയും ചെയ്തു. പിന്നെ ഞാൻ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ഈ ഷിജുവിന്റെ മുഖം നിനക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ടെന്നല്ലേ പറഞ്ഞു?
അതെ സാറേ, ആ നാറയുടെ മുഖം ഞാൻ മറക്കത്തില്ല. പ്രതിവട്ട ശരത്തിനെ കൊണ്ടിരുത്തി ഇന്ന് തന്നെ ആ രേഖാചിത്രം വരച്ചെടുക്കണം. അതെ സാറേ, എനിക്കൊരു ചെറിയ സംശയം കൂടെ ഉണ്ട്. പറ ശരത്തെ. സാറേ, ഇന്നലെ ലോഡ്ജിൽ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അതെ, റൂമുണ്ടല്ലോ, എപ്പോഴത്തേക്കാ? ഹലോ, റൂമുണ്ടെന്ന് പറഞ്ഞതും ആ ഫോൺ കട്ടായി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ ഷിജുവും ആ സ്ത്രീയും കൂടെ അവിടെ റൂം എടുക്കാൻ വന്നത്. ഫോണിൽ കേട്ട സൗണ്ടും ഷിജുവിൻ്റെ സൗണ്ടും ഒരുപോലാണെന്നൊരു സംശയം എനിക്കുണ്ട് സാറേ. ലഹരിയുടെ പക്ഷികൾ അയ്യപ്പൻ, കവി അയ്യപ്പന്റെ പ്രശസ്തമായ വരികളാണ്. പ്രണയിനിക്ക് കൊടുക്കേണ്ട കരൾ പകുത്ത് ലഹരിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു കാമുകന്റെ. സർ, ഇന്നലത്തെ മർഡർ കേസില്ലേ, അതിലെ പ്രതി ഷിജു ലോഡ്ജിൽ റൂം എടുക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ അങ്ങോട്ടൊരു കോള് വന്നായിരുന്നു. വിളിച്ച ആൾക്ക് പ്രതിയുടെ ശബ്ദമായിട്ട് മാച്ച് ഉണ്ടെന്നാ റിസപ്ഷനിലെ ശരത്ത് പറയുന്നത്. കൊച്ചിൻ്റെ അമ്മ. അയ്യോ, ഇതാണ്. ഗിരീഷേട്ടൻ എന്താ പറഞ്ഞ ചേച്ചി? എന്തു പറയാൻ? ബോഡി ആയിട്ട് വാങ്ങി. നിനക്ക് പുറകില് പേടിയുണ്ടോ? ഉണ്ട്, എനിക്ക് പേടിയുണ്ട്. ഞാനിവിടെ ജീവിതം അടുത്ത് നിൽക്കുമല്ല. നാളെ പോണം. ഓരോന്ന് കേൾക്കണം. ചേച്ചിയായിട്ടാ എൻ്റെ വായിന്നൊക്കെയാണ് നല്ലത് കേട്ടേനെ. നിന്റെ ചാട്ടവും ബഹളമൊക്കെ മര്യാദയ്ക്ക് നിർത്തിക്കോണം. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. kind of feel bad for these kind of people. അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യണേ. ചെയ്യുന്ന പക്കൊരു ഇതില്ലെങ്കിൽ കൂടിയും. സാറേ, CD എടുക്കൂ. ഇതിനങ്ങനെയൊക്കെ ഉണ്ടോ? ദിസ് മൈൻഡ് സെറ്റ്. എന്താ സാറേ, ലൈക്ക് ദാറ്റ്. CDR ഒന്ന് വേണം. ഇതൊരു മർഡർ കേസിന്റെ കാര്യമില്ല. നാളേക്ക് റെഡി. സാറ് ഞങ്ങളോട് വേറെ പണിയില്ലാണ്ടിരിക്കുകയല്ല, ഇത് കുറച്ച് ടൈം എടുക്കും. ഞാൻ വെയിറ്റ് ചെയ്തോളാം. മതി. മിൽക്ക്. സാറേ, ഒരു ചായ അടിച്ചു വന്നാലോ? ഇല്ലടാ, നിങ്ങൾ പോയി കുടിച്ചിട്ടോ. സാറേ, അങ്ങനെയൊന്നുമല്ല, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. വലിയ വർണ്ണനയൊന്നും വേണ്ട കേട്ടല്ലോ. പറഞ്ഞോ. കുറച്ചുകൂടെ നീളമുള്ള പറയട്ടെ. നല്ല കറുകറാന്ന് കറുത്തിരിക്കും സാറേ. സാൻഡ്രൂട്ടല്ല, കുറച്ചുകൂടി കറുപ്പുണ്ടാവും സാറേ. അത് കുറച്ച് വന്നിട്ട് ഒരു പരിപാടിയാണ് സാറേ. ഇങ്ങനൊക്കെ പറഞ്ഞാലല്ലേ പുള്ളിക്കാരനെ പുള്ളി പെട്ടെന്ന് പറഞ്ഞോട്ടെ, തനിക്ക് എന്താണ്? ശരി. ആ പിന്നെ ഉണ്ടല്ലോ സാറേ, അവൻ്റെ അയാൾ വരക്കട്ടെ, അതിനുള്ള സമയം കൊടുക്ക്. അയാൾ എനിക്കിഷ്ടല്ല. വിശപ്പുണ്ടാകത്തില്ല, ചാടി ചാടി നിൽക്കാം. മൃദുഭാവേ ദൃഢകൃത്യ അല്ലേ? എടാ, നീ ശരിക്കും സിനിമ ഉണ്ട് പോലീസായ തന്നെയാണോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? നാളെ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്താലോ ഒന്ന്? വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ടല്ലോ. സാർ, ഈ നേരത്തെ അഡ്മിറ്റ് ചെയ്താൽ നല്ല ചിലവാകത്തില്ലേ? ശരി സാർ. ഇവിടെ ഒരുപാട് പേര് വരുന്നല്ലോ സാറേ, എനിക്ക് ഓർമ്മയില്ല. ഇവരുടെ കൂടെ കോങ്കണ്ണുള്ള ഒരാളും ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? കോങ്ങണ്ണുള്ള ഇല്ല സാറേ. 12:30 1 മണി സമയത്ത് അവർ വന്നേ. ഈ കോയിൻ ബോക്സിൽ നിന്ന് അവർ ഫോൺ ചെയ്തേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓ ശരി സാറേ. ശരി, ആ കടകളിലൂടെ ചോദിക്കേ. ആ സാർ, പാടോ. ഒരു തുറപ്പ് ചീട്ടുമില്ലല്ലോ. CCTV, യെസ്, ലെറ്റ്സ് ഗോ. നോക്കി ഇവിടുന്നോ? ഫേസ് കാണാവോ? ക്ലിയർ ആണോ? നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം സാർ. ഇന്നലെ 12 മുതൽ 1:30 വരെയുള്ള ഫുട്ടേജ് ഒന്ന് എടുത്തു നോക്കാം. ഞങ്ങൾ ലോഡ്ജിലോട്ട് വിളിച്ചെങ്കിൽ നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിലെ CCTV കുടുങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ കൺട്രോൾ റൂം വരെ ഒന്ന് പോവാ. ശരി സാർ. അത് ഏത് കണ്ണാണ്? വലതാണോ ഇടതാണോ? സാറേ, വലത്തെ കണ്ണ് കോങ്കണ്ണ്. ഇതിനും സമയം കൊടുക്കും. ഇല്ല സാർ, ഞാൻ എടുത്തു വെച്ചിരിക്കാം, ഇപ്പം റെഡിയാക്കാം. സമയം കൊടുക്ക്. ഓ യെസ്. സാറേ, അത് ടെസ്റ്റിംഗ് ക്യാമറയാണ്, ഇപ്പം തിരിഞ്ഞു വരും. ഇതാരാ സാറേ? എടാ, നീ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ വരച്ചു വെച്ചിരിക്കുന്നത്? ഒരാള് ഓർമ്മയില്ലല്ലേ? എനിക്കറിയാൻ പാടുണ്ടോ സാറേ, അയാൾ കൊല്ലാനാണ്. അത് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഓർത്തിരുന്നേനെ.
ഇല്ലേ? നിങ്ങൾ തന്നേ നീ ടോറോട്ട് പോയി തോന്നുന്നു സാറേ. എന്ത് കോപ്പുണ്ടാക്കാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. മുഖം ഇതുവരെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇവൻ അന്യൻ ഫിലിമിൽ വരെ സോഫ്റ്റ്വെയർ വെച്ചല്ലേ അവർ കണ്ടുപിടിക്കുന്ന ഫേസ് അല്ല. പക്ഷെ അതിൽ വേറെ എന്താണ് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ലേ? അത് പോസിബിൾ അല്ല. ഓക്കെ, ഷുവർ. പക്ഷെ വിളിച്ചാൽ മതിട്ടോ. ഞാൻ പറയട്ടെ, ടെൻഷൻ അടിക്കണ്ട. മറ്റന്നാളാണ് ഡേറ്റ്. ആശുപത്രിയിലല്ലേ, ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടാ. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചോണേ. അവന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഫോട്ടോയും. സാറേ, എന്താ ഇതാ ശരത്ത് പറഞ്ഞിട്ട് പറഞ്ഞ രേഖായിത്രമാണ്. അപ്പൊ ഇനി എങ്ങനെ മനസ്സ്? സാറേ, നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചു. ഷിജുവിനെ റിസപ്ഷനിലെ ശരത്തല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. ഇവനെങ്ങനെ ഈ ലോഡ്ജിലെത്തി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇനി അമ്മയോട് ചോദിക്കേ. അമ്മയാണ് കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത സ്ഥിതിക്ക് വൈരാഗ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് റൂം എടുക്കില്ലല്ലോ. ശരത്ത് പറഞ്ഞു വെച്ച് അവര് വളരെ സന്തോഷത്തോടെ റൂമിലോട്ട് പോയി. സെക്സ് വർക്കേഴ്സുമായിട്ട് കണക്ഷനുള്ള ഒരാളാകുമ്പോ ഇതിനു മുമ്പും അയാൾ ഇതുപോലെ മുറിയെടുത്തിട്ടുണ്ടാവും. മനോജ്, ഈ ഫോട്ടോയും ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ അടയാളങ്ങളും വെച്ചിട്ട് ഒന്ന് പരിധി നോക്കും. ഉറപ്പായിട്ട് എന്തെങ്കിലും കിട്ടും. ആരാടോ ഇല്ലെത്തിക്ക? സ്വപ്നയെ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കറിയാം സാറേ. അവരെ കുറിച്ചൊന്നും നമ്മളങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവൾ എങ്ങനെ ഇതിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല സാറേ. നിങ്ങൾ അവസാനം കണ്ടത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. അത് 3 ദിവസം മുമ്പായിരിക്കും. ആ പാടില്ല മറ്റേ പുള്ളിക്കാർക്ക് ഉണ്ടായിരുന്നേ. പറയാൻ പഠിക്കണ്ട. ആരെങ്കിലും ഉപദ്രവിച്ചാണോ? ഓരോന്നും വായിച്ചും കേട്ടും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുകളിലാണല്ലോ പരീക്ഷണങ്ങളായിട്ട് ചെയ്യുന്നത്. ഈ കൈ രണ്ടും കട്ടിലിനോട് ചേർത്ത് മുറുക്കി കെട്ടും. ചിലപ്പോ കഴുത്ത് മുറുക്കും, ചിലപ്പോഴൊക്കെ മുഖത്തിട്ടടിക്കും. നമ്മള് വേദനിച്ച് കരയുന്ന കാണുമ്പോ അവർക്കെന്തോ സുഖം കിട്ടുന്നു. കൂടെ ഉണ്ടായിരുന്ന ഇവനാണോ? ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കുറവാ. ഏതാണ്ട് ശരീരമൊക്കെ ഇതുപോലെയാ. അയാളിട്ടിരുന്ന വേഷവും ഷർട്ടും മുണ്ടുമായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവന്റെ പേരറിയോ? സിജു. അതെ. കൂടെ വരുന്ന ആളുടെ പേരും അഡ്രസ്സൊന്നും എഴുതില്ലേ? അത് പറയണ. അത് സാർ ലതികേച്ചി സ്ഥിരമായിട്ട് ഇവിടെ റൂം എടുക്കുന്നത്. പരിചയമുള്ള ആളായതുകൊണ്ട് കൂടെ വരുന്നവരുടെ ഡീറ്റെയിൽസ് ഒന്നും എഴുതാറില്ല. ഈ ചേച്ചിയുടെ കൂടെ വന്ന ആളെ നിനക്ക് പരിചയമുണ്ടോ? എല്ലാം ചെക്ക് ചെയ്തേക്ക്. ആ സാറേ, അവിടെ നോക്കിയേ. ഒരെത്തിയപ്പോൾ മനസ്സിലായി. ഈ കവറിലെടുത്തില്ലേ, സ്ലാബിനെടുത്ത് നോക്കിയേ. ഒരു ഗ്ലൗസ് മറ്റേ യൂസ് ചെയ്ത് അവരുടെ എല്ലാം നമ്പർ നോക്കിയാൽ നമുക്ക് ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിലെങ്ങാനും ഷിജു ഉണ്ടെങ്കിൽ അവനെ ആ നമ്പർ വെച്ച് പൊക്ക എളുപ്പമായിരിക്കത്തില്ലേ? ഭയങ്കര എളുപ്പമായിരിക്കും. സാറേ, ഡേറ്റ് നോക്കി. ഈയിടക്ക് വാങ്ങിച്ചല്ലേ സാറേ? ഇത് പറ്റാ. ഇത് എമൗണ്ട് റൗണ്ട് ചെയ്തിരിക്കുന്നുണ്ടോ? ആ, അപ്പം അത് ആരാന്നറിയാൻ പറ്റൂല. ആ, അതറിയാം. എന്നാ നോക്കി പറഞ്ഞേ. ഒരു 4-ാമത്തെ ഇടും. ശരി. അപരനാണോ പേര് മാറ്റി ഉപയോഗിക്കുന്നതാണോ? ഇവിടുത്തെ വെച്ചല്ലേ. ഷിജു ഇല്ലല്ലേ? എവിടെ പോയി? ശ്രീചേട്ടൻ കളക്ടറേറ്റ് പോയിക്കുവാ. ഓ, കാര്യങ്ങൾ അറിയാൻ വന്ന. ഓ, മിനിഞ്ഞാന്ന് രാത്രി ഷിജു ഇവിടെ ഉണ്ടായിരുന്നോ? മിനിഞ്ഞാന്ന് ശ്രീചേട്ടൻ തിരുവനന്തപുരത്ത് യൂണിയൻ മീറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. എന്നിട്ട് പുള്ളി എപ്പോഴാണ് തിരിച്ചു വന്നേ? ഇന്നലെ ഉച്ച കഴിഞ്ഞു. എന്തെങ്കിലും അത് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, കൊങ്കണ്ണൂർ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം. എടുക്കട്ടെ. Oh no, that's good. That's actually a good spot. പ്രതിവട്ട നമ്മളോട് അകത്തേക്കല്ലേ. ഇതെടുക്കണ്ടേ? നീ വാടാ. പക്ഷെ സാറിനോട് പറയും
It's confirming that it's the person that you're looking for, right? ഇതാവൻ തന്നെ ഇരിക്കും. അല്ലെങ്കിലും ഭാര്യമാരെ ഗർഭിണി അയക്കുമ്പോഴാണല്ലോ ആണുങ്ങൾ മറ്റേ പണിക്ക് പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. ഒരുമാതിരി വൃത്തിയോട് പറയരുതേ. എൻ്റെ ഭാര്യയും ഗർഭിണിയാ. എനിക്ക് ഇയാളെ ഇഷ്ടമില്ല. കളത്തില്ല. സാറേ ഓക്കെ സാറേ സാർ ഈ കോങ്കണിൻ്റെ കാര്യം ഇങ്ങനെയാണോ ഫോട്ടോ ഉണ്ടാക്കുന്നത്? സോറി സാർ. ഈ ഫോട്ടോ കാണിച്ച ശരത്തിന്റെ ലതിക അടുത്ത് കൺഫർമേഷൻ എടുക്കണം, ചോദിച്ചു ഉറപ്പ് വരുത്തണം. ശരി സാർ. മനസ്സിലായോ? അത് മറ്റേ പുള്ളിക്കാരി ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നത്. പറ GD ആരാ? നമ്മുടെ ജോയി സാർ. പുള്ളിക്കരെ നമ്മളൊരു അരമണിക്കൂറിൽ എത്തുന്നു. ഓക്കെ സാർ. ഇട്ടോ. എന്താ സാറേ? എടി ഇത് ഷിജു ആണെന്ന് നോക്കിയാ. ഇതാന്ന് ആറി തന്നെ, പക്ഷെ അവനെ നേരിട്ട് കാണാൻ ഇത്ര മെനൊന്നുമില്ലല്ലോ. ഇതോന്റെ കല്യാണ ഫോട്ടോ. പക്ഷെ അത് മറ്റേ പുള്ളി കൂടെ കൺഫേം ചെയ്യണം, എന്നാലേ എനിക്ക് സമാധാനം. സാറേ ഒറ്റ മിനിറ്റ് സാറേ. സാറേ കണ്ടിട്ട് ഏകദേശം അതുപോലൊക്കെ ഉണ്ട്. അവൻ്റെ കുറ്റിത്താടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സാധനമൊക്കെ കിട്ടും. പക്ഷെ കോങ്കണ്ണാണ് സാറേ പ്രശ്നം. അതാണ് എന്നെ അങ്ങോട്ടൊരു എടാ നീ ശരിക്കും അവനെ കണ്ടിട്ടുണ്ടാ? അവന്റെ ഈ കണ്ണിനെ എടുത്തേക്കണ്ണീനാണോ വലത്തേക്കണ്ണീനാണോ പ്രശ്നം? നല്ല സാധ്യത സാറേ. ഇവൻ തന്നെ ഉറപ്പല്ലേ? ഉറപ്പാണ് സാർ. ഇയാൾ വിളിച്ചിട്ട് ഇവൻ ഉറപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവസാനം അന്വേഷണം വഴി മാറുണ്ട്. അയാൾ അല്ലെങ്കിൽ സീനാണ്. ഇങ്ങനെയല്ല പറയേണ്ടത്. അത് വേണ്ട, മാർച്ചിൽ അറസ്റ്റ് ചെയ്യാൻ കുര്യൻ സാർ സമ്മതിക്കില്ല. തെളിവുകളൊക്കെ നമ്മുടെ ഉണ്ടല്ലോ. ഇനി അവനെ വിട്ടാൽ ശരിയാവില്ല. ഓക്കെ സാർ. ആളില്ലേ? രണ്ടുപേരാണെങ്കിലും എന്നാണ് എൻ്റെ സംശയം. ഷിജു അല്ലേ? നീ ഞാൻ ഗ്രാൻഡ് ടൂറിസ്റ്റ് ഹോമിൽ മുറി എടുത്തായിരുന്നോ? ഇല്ല. അറിയോ? അതറിയാം. ഇല്ല സാറേ. എന്താ കാര്യം? സത്യം പറ്റൂല. പിടിച്ച് സെല്ലിട്ടേക്ക്. സൊല്ലേ സാർ. ബാക്കി പിന്നെ നോക്കാം. സാറേ ഈ പാവങ്ങളൊക്കെ വിട്ടൂടെ? എന്താ എല്ലാവരും ഇവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്? സാറേ ബസ്സിലെ ആ മാലമോഷണ കേസിന്റെ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരിക്കുക സാർ. നീ ഇവിടുത്തുകാരനാണോ? ഇടുക്കിന്നാ സാറേ. ഇടുക്കിയിൽ നിന്ന് എന്തിനാടാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് മോട്ടിക്കുന്നത്? സാറേ ഇടുക്കിൻ്റെ വീടല്ലേ സാറേ. അവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരെല്ലാവരും അറിയും. ഇതാവുമ്പോൾ അവർക്ക് പറയാമല്ലോ ഞാൻ പുറം നാട്ടിൽ പണിക്ക് പോയിക്കണമെന്ന്. അതാണ് സാറേ. നീ ബൈബിളിന്റെ നടുപേജാണല്ലോ. പക്ഷെ ഇത്ര സത്യസന്ധത പ്രതിപെട്ടാതെ സാർ. ഷിജുവിന്റെ ഫിംഗർ പ്രിന്റും ആ ക്രൈം സീനിൽ നിന്നിട്ട് മറ്റു അവരോട് കാര്യം പറഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. കൊലപാതക കേസിൽ സമ്മതിക്കാൻ പോകുന്നു തോന്നുന്നില്ല. അതെ. ശരത്തിനെ ലതികടയും സ്ട്രോങ് ആയിട്ട് എടുക്കണം. മറ്റേ യൂണിയൻ ടീംസ് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചേരും കേട്ടോ. പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിനക്ക് വെള്ളമില്ല, ഒരു കോപ്പുമില്ല. നമ്മൾ കാണാനുള്ളതല്ലേ ഇയാളുടെ ഈ കോൺഫിഡൻസ്. ഷിജു നാളെ നമ്മൾ എങ്ങനെ കാണാനാ? നാളെ നീ അകത്തല്ലേ അല്ലേ? അവനാ സെല്ലിലേക്ക് മാറ്റിയേക്ക്. എന്ത് കാരണത്തിന്റെ പേരിലാണ് ഷിജുവിനെ അകത്തിട്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്താണ് സാറേ പ്രശ്നം? ഞാനൊന്ന് ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞോളൂ. 2 മാസം കഴിഞ്ഞാൽ ഭരണം അങ്ങ് മാറും. അവനെ മര്യാദയ്ക്ക് ഇറക്കി വിടും സാറേ. മര്യാദയ്ക്ക് ഇരിക്കുന്നതേ ഉള്ളൂ. മാർച്ചിപ്പെട്ടുണ്ടാക്കിയത് മോളിലിരിക്കുന്നവരോട് പുറത്ത് നിൽക്കുന്നവരോട് ആര് സമാനം പറയും? താൻ പറയൂ. ഇവിടെ നടക്കുന്ന എന്താണെന്ന് സർക്കാരിൽ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ എന്തിനാണ് കസ്റ്റഡിയിൽ ഇരിക്കുന്നത്? അയാളെ എന്തിനാ കൊണ്ടുവന്നു പുറത്ത് നിൽക്കുന്നവർക്കൊന്നും അറിയില്ല. അറിയോ? ആളുടെ ഫോട്ടോ കണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സ്വപ്നയുടെയും ലതികയുടെയും കഴുത്തിലെ മാർക്കുകൾ മാച്ചിങ് ആണ്. എടോ മിനിയാന്ന് അയാൾ മന്ത്രിയുടെ കൂടെ യൂണിയൻ മീറ്റിംഗിലായിരുന്നു. നോക്ക്, ആ സമയത്ത് തിരുവനന്തപുരത്തെ മീറ്റിംഗിലായിരുന്നു അയാളെങ്ങനെ ഇവിടെ ഒന്ന് സ്വപ്നയെ കൊല്ലുന്നത്. ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ തോമസ് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് സാമ്പിൾസ് മാച്ച് അല്ലാന്ന് പറഞ്ഞു. പിന്നെ ഫിംഗർ പ്രിന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇയാള് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവാക്കായിരുന്നു. മതിയായല്ലോ തന്റെ പ്രതിപാടോ. നീ ആ യൂണിയൻ ഷിജുവിന്റെ ബ്ലാക്ക് ഷർട്ട് കൂടി എടുത്തിരുന്ന പൂർത്തിയായനെ. ഉള്ളതല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നില്ലേ? ഇതിപ്പോ കുഞ്ഞേച്ചി കസ്റ്റഡിയിലൊക്കെ എടുത്ത് അവര് വെറുതെ ഇരിക്കുവോ? എങ്ങനെയെങ്കിലും ഇത് കുത്തിപ്പൊക്കിയിട്ട് മറ്റേ കാര്യം പറ. റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം പറ. മറ്റേ കാര്യം പറയേ. എന്ത് സാറേ
ആ പ്രദീപേ, സർ അവനങ്ങനെ ഇറക്കി വിട്ടേക്ക്. ഫൈനലി സാറേ നമുക്ക് ലതികയെ വെച്ച് ഷിജുവിനെ അങ്ങോട്ട് പൂട്ടിയല്ലോ സാറേ. അങ്ങനെ ലതികയെ ഷിജു ഉപദ്രവിച്ചെന്നുള്ളതേ അവള് നേരിട്ട് മനോജ് സാറിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടുള്ളതാണ്. നൈസ്. ഓക്കെ അത് ഫൈനലി കിട്ടുകയാണെങ്കിൽ നമുക്ക് കസ്റ്റഡി എടുക്കാമല്ലോ സാറേ. സെക്ഷൻ 354 323 324 ഒക്കെ എഫ്ഐആർ വെച്ചൊരു കേസിൽ ഒരു സത്യസന്ധമായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് മനോജ് സാറിന് വേണമെങ്കിൽ അവനെ കസ്റ്റഡി എടുക്കാമല്ലോ. കൊണയാണ് സാറേ. ആണല്ലേ? എന്നാ പിന്നെ പോലീസിന്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തിയതിനും പിന്നെ അവരെ ഉപദ്രവിച്ചതിന്റെയും ഭാഗമായിട്ട് 353 332 കൂടി ചേർത്തിട്ട് അവനങ്ങനെ സെറ്റിൽ ചെയ്തു. ലതികേ ഇവിടെ ഇവിടെ ഇവിടെ. സാറേ ഒരു മിനിറ്റ്, നല്ലോണം പോണു സാറേ. ഞാൻ വന്ന കാര്യം പറയാം. നീ അന്ന് മനോജ് സാറിനോട് മറ്റേ ഷിജുവിനെ കുറിച്ചൊരു പരാതി പറഞ്ഞില്ലേ, ആ പൊളിറ്റീഷ്യൻ. മനോജ് സാർ അവനങ്ങോട്ട് പൊക്കി. ലതി ഒരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ വന്നിട്ടേ അതൊരു പരാതിയായിട്ട് എഴുതാനേക്ക്. സാറേ പരാതി ഞാനങ്ങനെ പരാതി ഒന്നും പറഞ്ഞില്ല സാറേ. മനോജ് സാർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ. എനിക്ക് വയ്യ, തലവേദനയാവും. നീ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളല്ലേ പറയുന്നത്. ഞങ്ങൾ നോക്കിക്കോളാം. ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരി. നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ സാറേ. ഇതിനു മുമ്പ് എത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വയ്യ. ഞാൻ അന്വേഷിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നോണ്ടല്ലേ പുള്ളി പെട്ടിരിക്കുന്നത്. പേര് വെളിപ്പെടുത്താതെ ചെയ്യാൻ പറ്റും, അനോണിമസ് ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്കറിയുള്ള നിന്റെ ഇവിടുത്തെ പണിയല്ലോ എല്ലാ പണി ഞാൻ തീർക്കും. അറിയാൻ പറഞ്ഞിട്ടാണ് അയാളും പോലീസുകാരനല്ല. എന്താ വ്യത്യാസം? കടവന്ത്ര ഗാന്ധിനഗർ കരയിൽ കരിച്ചറ വീട്ടിൽ ഷൺമുഖൻ മകൾ 37 വയസ്സുള്ള ലതിക എന്ന സ്ത്രീ 8/2/2011 രാത്രി എറണാകുളം നോർത്തിലുള്ള പ്രീതി ലോഡ്ജിൽ വെച്ച് എന്നെ അടിക്കുകയും ഇടിക്കുകയും ഞാൻ ഉടുത്തിരുന്ന സാരി വലിച്ചഴിച്ച് എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച മാനഹാന്ന് തോന്നിയുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയത്. സംഭവ സ്ഥലം സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ വടക്കാണ്. മൊഴിവാഴ്ച നമ്പർ 234/2011 ലതിക എന്ന സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന പരാതിയുടെ പുറത്താണ് കേസെടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്താൽ നാളെ നിങ്ങൾ ഭരിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമല്ല. പോലീസിന് പണിയെടുക്കും. അതുകൊണ്ട് പുറത്തിറങ്ങിക്കുക. അയാളുടെ ജോലി ചെയ്ത രീതി ലതിക മുന്നേ മറ്റേ പാർട്ടിക്കാരുടെ അയാളുടെ മുന്നിൽ വെച്ചിട്ട് ഇത് പറയണ്ട. എന്തേലും ഒരു തുമ്പ് ജമ്പ തുമ്പ ജമ്പ്. അവസാനം കാണിച്ച എന്താന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അതൊന്നുകൂടി നോക്കട്ടെ. കൊള്ളാം, ഞാനത് വായിച്ചില്ലായിരുന്നു, എഴുതിയിരുന്നത്. റോഡ് ബസ് തെഫ്റ്റ് കേസ്. അതാണ് തുമ്പ്. നിങ്ങൾ ജമ്പൻ തുമ്പൻ എന്ന് പറയുന്നൊരു ബാലരമയിൽ ഒരു സംഭവം വരുമായിരുന്നു. ഇത് അടിപൊളി സാധനമായിരുന്നു. കാരണം ജനറലി ബാലരമയിൽ വരുന്ന സാധനങ്ങളൊക്കെ കുട്ടികൾക്ക്, എസ്പെഷ്യലി ഈ സമയത്ത് കുട്ടികൾക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു ബുക്ക് പോലെയാണ് ഇപ്പോൾ ഇറക്കുന്നത്. പക്ഷേ ഒരു പോയിന്റിന് മുമ്പ് അത് വലിയവർക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കാർട്ടൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഉണ്ട്, ചില കാർട്ടൂൺസ് ഉണ്ട്, നല്ല കാർട്ടൂൺസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺസ് അടിപൊളിയായിരുന്നു. പിന്നെ ജമ്പനും തുമ്പനും ഒരു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു എന്താ പറയുക കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ജോക്സൊക്കെ ഒരു അഡൾട്ട് കൈൻഡ് ഓഫ് ജോക്സ് ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് 18+ അല്ല, സ്റ്റിൽ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ കഥകൾ വായിച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് ചിരിക്കണേ. ബാലരമ വാസ് ഗോട്ടഡ് മാൻ. ജമ്പൻ തുമ്പൻ വാസ് എ ഗോട്ടഡ് സ്റ്റോറി. ഓക്കെ, എനിവേ കമ്മിങ് ബാക്ക് ടു ദിസ്. എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. കാരണം അയാൾ തന്നെയാണ് ഈ പണി ഒപ്പിച്ച് വെച്ചത്, മറ്റേ പോലീസുകാരൻ. എന്നിട്ട് ലതികയുടെ പേര് വെച്ച് കേസ് എടുത്തത് ഓക്കെയാണ്, പക്ഷെ അത് എല്ലാവരും കാണിച്ചുകൊണ്ട് അവളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചത് ശരിയായില്ല. ദാറ്റ് ഈസ് നോട്ട് ഓക്കെ. അനേഷ് ആക്ച്വലി ഈസ് വെരി നൈസ്. ആൻഡ് അജു വർഗീസിൻ്റെ ഇങ്ങനൊരു പോലീസ് ക്യാരക്ടർ ഇറ്റ്സ് ഓൾസോ പ്രിറ്റി ഗുഡ്. ഞാൻ നമ്മളൊരു ക്യാരക്ടർ അധികം കണ്ടിട്ടില്ല അജു വർഗീസ് ചെയ്യുന്നത്. ആൻഡ് ഹി ഡിഡ് ഇൻസൈൻലി വെൽ. അതിൻ്റെ ഓവറായിട്ടുള്ളൊരു മാസോ അതൊന്നുമില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് പോലീസുകാരൻ. ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം, സിനിമയുടെ പ്രശ്നമല്ല, അവർ ഈ സിനിമ കൊണ്ട്
ലൈറ്റ് ഷെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇഷ്യൂ ഈസ് ദാറ്റ് സെക്സ് വർക്കേഴ്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ ജോലി അത്ര നല്ല ജോലി ആയിരിക്കില്ല, പക്ഷെ ഇവർ ചെയ്യുന്നതിൻ്റെ റീസൺ ഇസ് സംതിങ് ദാറ്റ് ഇസ് ജസ്റ്റിഫൈഡ് ഐ ഗെസ്. അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ജനറലി ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഒരു എന്താ പറയുക, നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് നല്ല ചീത്തം കുടുംബം എന്ന് പറയുന്നതന്നെ തെറ്റാണ്. അത്യാവശ്യം എക്കണോമിക് സ്റ്റേറ്റസ് ഉണ്ട്, അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ഇഷ്യൂസൊന്നുമില്ല, ആവശ്യത്തിൽ പൈസയുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ ജനറലി ഇങ്ങനൊരു പണിക്ക് അവർ ഇറങ്ങില്ല. ഇനി ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് അത്യാവശ്യം പൈസ റെഡിയായി വന്നാൽ അവർ ഈ പണി വിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി മറ്റേ ഇപ്പോൾ ലതികയുടെ കാര്യം തന്നെ എടുത്താലും മകളുണ്ട്, എന്താ പറയുക, ചിലപ്പോൾ ഭർത്താവ് ഉണ്ടായിരിക്കില്ല, പല ആൾക്കാർ സിംഗിൾ വിമൻ ആയിരിക്കും, റൈറ്റ്. പിന്നെ ഇതല്ലാതെ വേറൊരു സാധനമുണ്ട്, ഇപ്പോൾ ഓൺലി ഫാൻസും എന്താ പറയുക ഹൈ പ്രൊഫൈൽ സെക്സ് വർക്കേഴ്സും. അതിൻ്റെ അങ്ങനത്തെ ഒരു പണിയിൽ ഐ എം നോട്ട് വെരി കീൻ ഓൺ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. പക്ഷേ ഈവൻ ഇഫ് ദാറ്റ് ഇസ് ദ കേസ്, ദേ ആർ സ്റ്റിൽ പീപ്പിൾ മാൻ, ദേ ഡിസേർവ് ജസ്റ്റിസ് ലൈക്ക് എവറി അതർ പേഴ്സൺ ഡു. ഇവർ വേറെ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ലല്ലോ, റൈറ്റ്. ഈ ഒൺലി ഫാൻസ് ഒക്കെ ചെയ്യുന്നതിനോട് എനിക്ക് ഐ ആം കൈൻഡ് ഓഫ് എ ബിറ്റ് അഗൈൻസ്റ്റ് ദാറ്റ്, ബിക്കോസ് ഈ ഒൺലി ഫാൻസിലൊക്കെ പൈസ മുടക്കി കയറുന്നതും പലരും കുട്ടികളാണ്. അങ്ങനത്തെ കേസിൽ ഇറ്റ്സ് എ ബാഡ് തിങ് ടു ഡു. Yeah, that is true. കാരണം they also deserve the right kind of. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതിന് മുമ്പും ഈ എന്താ പറയുക, നമുക്ക് കറക്റ്റ് പേരറിയില്ല, ഷിജു എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതേപോലെ ക്രൈംസ് ചെയ്തിട്ടുണ്ടാവും. അവർ പിടിക്കപ്പെടാത്തതിൻ്റെ റീസണും മറ്റേ പാർട്ടി സെക്സ് വർക്കർ ആയതുകൊണ്ടായിരിക്കും. പോലീസിനോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക്, പോലീസിന് ജനറലൈസ് ചെയ്ത് പറയില്ല, ചില ആൾക്കാർക്ക് ഈ ഒരു കേസ് ആയതുകൊണ്ടൊരു ചൂടുണ്ടാവില്ല. ആ ഒരു ഇഷ്യൂലോട്ട് അവർ ലൈറ്റ് ഷെഡ് ചെയ്തത് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നു, ഇങ്ങനത്തെ ടോപ്പിക്കിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നൊരു സീരീസോ മൂവിയോ ഞാൻ അധികം, ഐ തിങ്ക് ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷിൽ എന്ത് 50 Shades എന്ന് പറയുന്ന 50 Shadesലല്ല, ഐ തിങ്ക് 50 Shadesൻ്റെ ഏതൊരു വേർഷനിലും ഈ ഒരു ടോപ്പിക്കിനെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് സംതിങ് പീപ്പിൾ ഹാവ് ടു തിങ്ക് അബൌട്ട്. നമുക്ക് ഫേസ് ഇതുവരെയും കിട്ടിയിട്ടില്ല പുള്ളിക്കാരുടെ. ബസ്സിൽ ആൾ വെച്ചിട്ട് ഇനി പൊക്കാണ്. 3 എപ്പിസോഡ് കൂടിയുണ്ട്. അപ്പോൾ സോ ഫാർ ദിസ് ഇസ് വെരി നൈസ്. ഒരു പക്ക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ആൻഡ് ഇതുവരെയും ഞാൻ അധികം കണ്ടിട്ടില്ലാത്ത ഈ ഇഷ്യൂ, എസ്പെഷ്യലി കേരളത്തിലെ ഇന്ത്യൻ മൂവീസിലും ടാക്കിൾ ചെയ്യാത്തൊരു ഇഷ്യൂവിനെ അവർ നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. ജനറലി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കാണിക്കുമ്പോൾ ഒരു എന്താ പറയുക, അവരുടെ ലൈഫോ അവരുടെ പ്രശ്നങ്ങളോ കാണിക്കാറില്ല. അവർ എന്ത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സെക്സ് ഡോള് പോലെയാണ് പോർട്രേ ചെയ്യുന്നത്. ഈവൻ ബോളിവുഡിലൊക്കെ ഞാൻ ആലോചിച്ചെടുക്കുകയാണ് ഈ സിമിലർ പോർട്രേയിങ്. ഇവൻ പഴയ മലയാള സിനിമകളിൽ വരെ അങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരെ. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. അവരുടെ ക്യാരക്ടറിന്, അവരുടെ പേഴ്സണിന് ഒരു സ്റ്റോറിയുണ്ട്, ഒരു കഥയുണ്ട്, ഒരു ഡെപ്ത് ഉണ്ട്. മിക്ക ആൾക്കാർക്ക്, എല്ലാവരുടെയും കാര്യമില്ല. സോ ആ ഒരു ടോപ്പിക്കിന് അവർ എടുക്കാന്ന് വെച്ചാൽ ഐ അപ്രീഷിയേറ്റ് ദ കറേജ് മാൻ. ഇനി ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ചൊറിയും, അത് ദാറ്റ്സ് ഓബിയസ്, റൈറ്റ്. That's good. That's nice. So that'll be it for this reaction. നമ്മൾ നെക്സ്റ്റ് റിയാക്ഷൻ ഉടനെ ചാനൽ ഡ്രോപ്പ് ആവുന്നുണ്ട്. If you do like these kind of reactions, get the thumbs up button, hit the thumbs up button, let YouTube know you like what you're watching, and I'll see you guys next video. Good night and goodbye. Thank you so much for the recommendation. I appreciate it. Bye bye.